പെരുമ്പാവൂരിലെ ബാലവിവാഹത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെടൽ. പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടി. ജില്ലാ ശിശു സംരക്ഷണ സമിതി ഓഫീസറോടും റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. കേരളത്തിൽ നടക്കാൻ പാടില്ലാത്ത സംഭവമാണെന്നും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. ഇതിന്റെ പരിശോധനകൾ തുടരുമെന്നും ചെയർമാൻ പ്രതികരിച്ചു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ. നിങ്ങളുടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ആ ഘട്ടത്തിൽ തന്നെ ഞാൻ അവിടെയുള്ള കമ്മീഷൻ്റെ ചുമതലയുള്ള മെമ്പറുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തോട് അടിയന്തരമായിട്ട് അവിടുത്തെ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും അതുപോലെ തന്നെ പോലീസിനോടും ഈ വിവരങ്ങൾ വെച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും വളരെ ഗൗരവമുള്ളൊരു വിഷയം തന്നെയാണ്. കേരളത്തിൽ നടന്നുകൂടാത്ത ഒരു കാര്യമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കമ്മീഷൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. പോലീസിനോട് എന്താണ് പോലീസ് നടപടി സ്വീകരിച്ചത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ പോലീസ് എന്തൊക്കെ നടപടി സ്വീകരിച്ചു എന്ന് നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നടപടികളിൽ എന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ അത് ശരിയായ രൂപത്തിൽ നടത്താനും നടപടിയെടുക്കാനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ നൽകുക. വിവരങ്ങളുമായി നിഖിൽ ചേരുന്നു. നമുക്കിപ്പം നിഖിൽ, ന്യൂസ് മലയാളം പുറത്തുവിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, കേരളത്തിൽ സംഭവിച്ചുകൂടാത്ത എന്നാൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു നിയമവിരുദ്ധ പ്രവൃത്തി. ഇതാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഒടുവിൽ അതിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. പോലീസിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. അന്വേഷണത്തിന് തുടക്കമായോ? ലക്ഷ്മി, തീർച്ചയായും ഏറ്റവും ഗൗരവതരമായ വിഷയം എന്ന് തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് KV മനോജ് കുമാർ ഈ വാർത്തയോട് പ്രതികരിക്കുന്നത്. കേരളത്തിൽ ഒരിക്കലും നടന്നുകൂടാത്ത ഒരു സംഭവമാണ്. ഇത്തരത്തിൽ ചെറിയ സംഭവങ്ങൾ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. അത് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുമുണ്ട്. എന്തായാലും കൃത്യമായ നടപടികൾ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പോലീസിനോട് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പോലീസ് എന്ത് നടപടി സ്വീകരിച്ചു എന്ന് കാണിച്ചുള്ള റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ബാലാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ജില്ലാ ശിശുക്ഷേമ സമിതിയോടും ഇക്കാര്യത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ പരിശോധനകൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ബാലവിവാഹങ്ങൾക്കൊപ്പം തന്നെ ഈ ബാലവേല കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളും സംസ്ഥാന വ്യാപകമായി നടക്കുമെന്നുകൂടി അദ്ദേഹം നമ്മളോട് അല്പസമയം മുൻപ് പ്രതികരിച്ചിരുന്നു. തീർച്ചയായും നിഖിൽ ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. കാരണം അത്രയും ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിലാണ് ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ന്യൂസ് മലയാളം വാർത്തയ്ക്ക് തുടർന്ന് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. പെരുമ്പാവൂരിലെ ബാലവിവാഹത്തിൽ ആ സംഭവത്തിൽ ബാലാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. പോലീസിനോട് കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ജില്ലാ ശിശുക്ഷേമ സമിതി ഓഫീസറിന്റെ ചെയർമാന്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. കേരളത്തിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുന്നത് ഒട്ടും അംഗീകരിക്കാൻ പോലും കഴിയാത്ത കാര്യമാണെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്താണെങ്കിലും വാർത്തയെ തുടർന്ന് ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. പോലീസ് അന്വേഷണത്തിന് തുടക്കമാകാൻ പോവുകയാണ്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്.